പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ രാഹുലിന്റെ വീട്ടിൽ തന്നെയുണ്ട്. വീട്ടിലെന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്ത് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടുണ്ട്. ഇന്നലെ ഗോകുൽനാഥ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ കരുതിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ 3 മണിക്ക് മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രവീൺ ഉണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. രാഹുൽ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ പുറപ്പെട്ടാലും നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് എത്താൻ വേണമെങ്കിൽ കഴിയും, അഥവാ കുറച്ച് വേഗത്തിൽ പോകണമെന്നേ ഉള്ളൂ. പക്ഷേ സാധ്യതകളൊന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ ഗോകുൽ അവിടെ നിൽക്കുമ്പോൾ ആദ്യം കരുതിയത് രാഹുൽ അതിനുള്ളിൽ ഉണ്ടാകുമെന്നാണ്. പിന്നീട് ഒരു 8 മണി ആയപ്പോഴാണ് നമ്മളത് സ്ഥിരീകരിച്ചത്. രാഹുലിന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ രാഹുലിന്റെ വീട്ടിലൊക്കെ ആളനൊക്കെ ഉണ്ടോ? രാഹുൽ വീട്ടിൽ തന്നെ ഉണ്ടോ പ്രവീൺ പുരുഷോത്തമൻ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിലേക്ക് വരുമെന്നറിഞ്ഞ് നാം ഇവിടെ എത്തിയിരുന്നു. ആ സമയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇന്നലെ എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, തലസ്ഥാനത്തേക്ക് പോയതിനു ശേഷം മടങ്ങി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ കൃത്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അവരുടെ ആത്മവിശ്വാസവും അല്പം വർദ്ധിച്ചതായി തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ നാം എല്ലാം കണ്ടതാണ്. പക്ഷേ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലായത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഹീസിന്റെ ചില ചോദ്യങ്ങളായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമൂടിലെ വീട്ടിലുണ്ട്. ഇന്നലെ നാം നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്നും നാളെയും ഏതായാലും തലസ്ഥാനത്തേക്കില്ല, ചില വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഏതായാലും തലസ്ഥാനത്തേക്കില്ല എന്നുള്ളതാണ്. നമ്മൾ അന്നേരം ചോദിച്ചു, 2 ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിയമസഭാ സമ്മേളനത്തിൽ പിന്നീട് ഒരു തുടർച്ചയുണ്ടാകുമോ, പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയില്ല. ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഇന്നും നാളെയും അടൂരിലെ നെല്ലിമൂടിലെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക. ഒരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നൊരു കാര്യം, കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അത് തന്റെ കൂടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും ചില കോൺഗ്രസ് നേതാക്കളെയും, അത് പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ഇപ്പോഴും വിധേയമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ റഹീസും റോഷിവാലും ഒക്കെ പറഞ്ഞതുപോലെ തുടർച്ചയായി നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വെല്ലുവിളി എന്നുള്ളതും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമൂടിലെ വീട്ടിലുണ്ട്. നാളെയും ഇവിടെ തന്നെ തുടരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അരുൺ. ഓക്കെ പ്രവീൺ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് നമ്മുടെ വിഷാദമൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും കേട്ടോ. ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശരി, മറ്റുള്ളവരാണെങ്കിലും ശരി. വീടിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അടച്ചുകൂടിയിരുന്ന ഈ വിഷാദം വന്നങ്ങോട്ട് മൂടും നമ്മളെ. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് പാരസെറ്റമോളും സിട്രസിനും ഒക്കെ കഴിച്ച് അതിനെ മറികടക്കാമെന്ന് കരുതുന്നത് അബദ്ധമാണ്. നിങ്ങൾ പുറത്തേക്ക് വരിക, കാഴ്ചകളൊക്കെ കാണുക, പറ്റുമെങ്കിൽ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു കടൽ തീരത്തൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും മലഞ്ചെരുവിൽ പോയി കുറച്ചു നേരം ഇരുന്ന് വിദൂരതയിലേക്കൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഈ വിഷാദമൊക്കെ അങ്ങ് അലിഞ്ഞു പോകുന്നേ. എത്ര കാലത്തേക്കായി വിഷാദം കൊണ്ടു നടക്കാൻ പറ്റുക? മനുഷ്യരല്ലേ.